ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മീൻ കറി ചെയ്താലോ? ഞാൻ എന്നും വെക്കുന്നത് പോലെയല്ല, തക്കാളിയൊക്കെ ചേർത്താണ് വെക്കുന്നത്. നമുക്കത് വയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായപ്പോഴത്തേക്കും നമ്മൾക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയോട് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 3.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മല്ലിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളക് പൊടിയൊക്കെ അങ്ങനെ മൂത്തൊരു മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിൽ കീറി ഇട്ടിരിക്കുന്നതാണ്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറിക്കൊടുക്കാം. നമ്മുടെ മീൻകറി ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ 1 കിലോ മോദ കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നമുക്കിതൊരു പാത്രം വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മീൻകറി എങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചട്ടിയെടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം നമുക്ക് എത്രയോ ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ ഇത്രേ വറ്റിക്കുന്നുള്ളൂ. നമുക്കതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്നുകൂടെ